അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 2. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റ് ഇരുമ്പുന്നതുപോലെ സ്വർഗത്തിൽ നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവൻ അത് വ്യാപിച്ചു. അഗ്നിജ്വാല പോലെ വിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെയും മേൽ ആവസിച്ചു. അവർ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജനതകളിൽ നിന്നും വന്നു പാർക്കുന്ന ഭക്തരായ യഹൂദർ യെരൂശലേമിലുണ്ടായിരുന്നു. ഈ മുഴക്കം കേട്ട് വലിയൊരു ജനക്കൂട്ടം അവിടെ വന്നുകൂടി. അവർ സംസാരിക്കുന്നത് തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷയിൽ കേട്ട് അമ്പരന്നുപോയി. അവർ വിസ്മയഭരിതരായി ഇങ്ങനെ പറഞ്ഞു: ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലേ? പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം ഭാഷകളിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർഥ, മേദ്യ, എലാമ്യ, മെസൊപ്പൊത്താമിയ, യഹൂദിയ, കപ്പദോക്യ, പൊന്തോസ്, ആസിയ, പൃഗ്യ, പംഫുല്യ, മിസ്രയീം, കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം നമ്മുടെ ഭാഷകളിൽ ഇവർ ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നല്ലോ. ഇത് കണ്ടുനിന്ന അവരെല്ലാവരും വിസ്മയിച്ച് പരിഭ്രാന്തിയോടെ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പരസ്പരം ചോദിച്ചു. എന്നാൽ മറ്റു ചിലർ ഇവർ പുതുവീഞ്ഞനാൽ നിറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ പരിഹസിച്ചു. അപ്പോൾ പത്രോസ് മറ്റ് 11 പേരോടും ഒപ്പം എഴുന്നേറ്റ് അവരെ അഭിസംബോധന ചെയ്ത് ഉറക്കെ പറഞ്ഞു: യഹൂദ പുരുഷന്മാരെ, സകല യെരൂശലേം നിവാസികളുമായവരെ, ഈ സംഭവം എന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതിന് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കരുതുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ഇപ്പോൾ പകൽ 3-ാം മണിയേ ആയിട്ടുള്ളൂ. എന്നാൽ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്തതാണ്. അന്ത്യനാളുകളിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു: ഞാൻ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾ ദർശനങ്ങൾ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മുകളിൽ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും നൽകും. രക്തവും തീയും പുകപടലങ്ങളും തന്നെ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയതും മഹത്വപൂർണമായ ദിവസം വരുന്നതിന് മുമ്പ് സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തവർണ്ണമായി തീരും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. ഇസ്രായേൽ ജനമേ, ഈ വാക്കുകൾ കേൾക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതുപോലെ ദൈവം യേശുവിലൂടെ നിങ്ങളുടെ മധ്യേ മഹാപ്രവൃത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അങ്ങനെ നസ്രായനായ യേശു എന്ന ആ മനുഷ്യനെ ദൈവം നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തിയല്ലോ. ഈ യേശുവിനെ ദൈവം അവിടുത്തെ നിശ്ചിത പദ്ധതിയാലും മുന്നറിവിനാലും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. നിങ്ങളോ അദ്ദേഹത്തെ അധർമ്മികളുടെ കൈകളാൽ ക്രൂശിൽ തറച്ചു കൊന്നു. ദൈവമോ മരണയാതനകളെ അഴിച്ച് തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്തെന്നാൽ മരണത്തിന് യേശുവിനെ കൈയടക്കി വയ്ക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം ആനന്ദിച്ചു, എൻ്റെ നാവ് ആഹ്ലാദിച്ചു. എൻ്റെ ജഡവും പ്രത്യാശയിൽ വസിക്കും. കാരണം അങ്ങൻ്റെ പ്രാണനെ പാതാളത്തിൽ ഉപേക്ഷിക്കില്ല. അങ്ങയുടെ പരിശുദ്ധൻ്റെ ശരീരം ജീർണിച്ചു പോകാൻ അനുവദിക്കുകയുമില്ല. അങ്ങ് ജീവൻ്റെ വഴികളെ എന്നെ അറിയിച്ച് അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ സന്തോഷപൂർണ്ണനാക്കും എന്ന് ദാവീദ് യേശുവിനെക്കുറിച്ച് പറയുന്നല്ലോ. സഹോദരങ്ങളെ, ഗോത്രപിതാവായ ദാവീദ് മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്തു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യപൂർവ്വം പറയാം. അദ്ദേഹത്തിൻ്റെ കല്ലറ ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ ദാവീദ് പ്രവാചകനായിരുന്നതിനാൽ തൻ്റെ സന്താന പരമ്പരയിൽ ഒരാളെ സ്വന്തം സിംഹാസനത്തിൽ വാഴിക്കുമെന്ന് ദൈവം പ്രതിജ്ഞ ചെയ്ത് ഉറപ്പിച്ചത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തെ പാതാളത്തിൽ തള്ളിക്കളഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം ജീർണിച്ചു പോയതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ട് ദാവീദ് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാണ്. അങ്ങനെ അവിടുന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിൽ നിന്നും സ്വീകരിച്ച് പകർന്നു തന്നതാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ദാവീദ് സ്വർഗ്ഗാരോഹണം ചെയ്തിട്ടില്ല എങ്കിലും അദ്ദേഹം തന്നെ പറയുന്നു: ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി നിയമിച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. പത്രോസിൻ്റെ ഈ വാക്കുകൾ കേട്ട്
ഹൃദയത്തിൽ കുത്തേറ്റവരായി അവർ പത്രോസിനോടും മറ്റപ്പോസ്തലന്മാരോടും, സഹോദരങ്ങളെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപക്ഷമയ്ക്കായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദത്തം നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുത്തേക്ക് വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വിദൂരസ്ഥരായ എല്ലാവർക്കും തന്നെ. പത്രോസ് മറ്റു പല വാക്കുകളാലും അവരോട് സാക്ഷ്യം പറയുകയും വഴിപിഴച്ച ഈ തലമുറയിൽ നിന്നും രക്ഷപ്പെട്ടു കൊള്ളുവിനെന്ന് പ്രബോധിപ്പിക്കുകയും ചെയ്തു. തൻ്റെ വചനം സ്വീകരിച്ചവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം ആളുകൾ അവരോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അവർ അപ്പോസ്തലന്മാർ ഉപദേശത്തിനും കൂട്ടായ്മയ്ക്കും അപ്പം നുറുക്കലിലും പ്രാർത്ഥനയ്ക്കും തങ്ങളെ തന്നെ നിരന്തരം ഭരമേൽപ്പിച്ചു. എല്ലാവരിലും ഭക്തിയാദരവ് ഉളവായി. അപ്പോസ്തലന്മാരിലൂടെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ചായിരുന്നു. എല്ലാം അവർ പൊതുവകയായി കരുതി. അവർ തങ്ങളുടെ വസ്തുക്കളും മറ്റ് സമ്പത്തുകളും വിറ്റ് ഓരോരുത്തരുടെയും ആവശ്യാനുസരണം പങ്കിട്ടു. ഏക മനസ്സോടെ അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും വീടുകളിൽ അപ്പം നുറുക്കുകയും ആനന്ദത്തോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ ഭക്ഷണം പങ്കുവയ്ക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല മനുഷ്യരുടെയും പ്രീതി നേടുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ അവരോട് ദിനംപ്രതി ചേർത്തുകൊണ്ടിരുന്നു.